ഇവമേ കാറുകളൊക്കെ എന്തൊരു ചെറുതായിട്ടാണ് കാണുന്നേല്ലേ. കൂട്ടുകാരെ, നമ്മളെ വല്ലാർപാടത്ത് പള്ളിയുടെ ഒരു എന്താ പറയുക ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ കയറണമെങ്കിൽ ഒരാൾക്ക് 10 രൂപയാണ്. അപ്പം ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറി നിൽക്കണം. അപ്പോൾ ഇവിടുത്തെ കുറേ കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്താ പറയുക, അതിമനോഹരമായിട്ടുള്ള കാഴ്ച. എറണാകുളം മൊത്തം നമുക്ക് കവർ ചെയ്ത് കാണാനായിട്ട് പറ്റിയൊരു സാഹചര്യമാണ് കേട്ടോ. നല്ല കാറ്റാണ്. നമുക്കിതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ ലിഫ്റ്റിൽ വന്നിട്ട് പിന്നെ എന്താ പറയുക 2 ഘട്ടം ഞങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് വന്നത്. ഇവിടെ എന്താ പറയുക ഒരു 10-20 സ്റ്റെപ്പ് കയറി വന്നപ്പോഴേക്കും നമ്മൾ കിതച്ചു. പക്ഷേ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന നിറച്ച് പച്ചപ്പാണ് കേട്ടോ. കാണിച്ചു തരാം. ഇത് സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ അത്രയും പ്രസരിപ്പ് തോന്നണില്ല. പക്ഷേ ക്യാമറയെക്കാളും കൂടുതൽ എനിക്ക് നേരിട്ട് കാണുമ്പോൾ ഇത് ഭയങ്കര രസമാണ് കേട്ടോ. അടിയിൽ പള്ളികളും എൻ്റെ മൊബൈൽ താഴെ പോയി കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, നിറച്ച് പച്ചപ്പും പാലങ്ങളും ഒക്കെയാണ് കേട്ടോ. മെട്രോയുടെ ഇതൊക്കെ പോകണത് നമുക്ക് കാണാം. കണ്ടോ, ഇത് പള്ളിയുടെ ഒരു ഭാഗമാണ് കേട്ടോ. നിറച്ച് കെട്ടിടങ്ങളും നിറച്ച് കണ്ടെയ്നറുകളും അതുപോലെ തന്നെ കുറേ വണ്ടികളും ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീടുകളൊക്കെ നമുക്ക് ചെറിയ തീപ്പെട്ടി പരുവത്തിലൊക്കെയാണ് കാണുന്നത്. അവിടെ നിറച്ച് വേലിയാണ് കേട്ടോ. വേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പി വെച്ച് ഇതാക്കിയാണ്. കാരണം അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളൊക്കെ കൊണ്ടുവരുന്നതല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രത്യേകം അതിനനുസരിച്ചിട്ടുള്ള എല്ലാവിധ സുരക്ഷിതത്വം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അകലേക്ക് നോക്കുകയാണെങ്കിൽ പാലൊക്കെ കാണാം. പക്ഷെ ഇതിപ്പോൾ വെയിലും കൂടി ആയ കാരണമല്ലോ എനിക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും കാണുന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഭയങ്കര വെയിലടിയാണ്. കാരണം എനിക്ക് കണ്ടോ, ഇത് കണ്ടെയ്നറുകളൊക്കെ ഒന്ന് അടക്കി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പാലം കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ പാലം അങ്ങനത്തെ വണ്ടികളൊക്കെ ചെറുതായിട്ട് പോണത് കണ്ടോ നിങ്ങൾ. കുട്ടികളൊക്കെ കൊണ്ടുവന്നതിന് അവർക്കൊരു ഹരമായിരിക്കും കേട്ടോ. വെക്കേഷനൊക്കെ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതിൻ്റെ കൂടാരം ക്ലിയറാക്കി വെച്ചിരിക്കുന്നത് അവർ. ഇറങ്ങി തക്കടെ ഇറങ്ങി. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ഓർമ്മയാണെങ്കിൽ ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയുക യാത്ര വന്ന് ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വരുമെന്നറിയില്ല. എങ്കിലും നമ്മളൊരു പ്രതീക്ഷയാണ് നമ്മൾ ഇനിയും വരും എന്നുള്ളത്. അപ്പോൾ അത് കാരണം അവിടെ കുറച്ച് ഇനിയിപ്പോൾ വേറൊരു കാര്യമുണ്ട്. ഞാൻ 17 വർഷം വരുമ്പോൾ ഇങ്ങനത്തെ ഒരു രൂപത്തിലല്ലായിരുന്നു ഈ പള്ളിയുടെ പല സ്ഥലങ്ങളും. അതൊക്കെ ഒരുപാട് മാറ്റം വന്നു. അന്നൊക്കെ എന്താ പറയുക ഇത്രയും തിരക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ മാസം ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇവിടെ ഒരുപാട് തിരക്കുണ്ട്. പെരുന്നാളിൻ്റെയൊക്കെ സമയം വരില്ലെങ്കിൽ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. സ്റ്റെപ്പുകൾ കേട്ടോ, വലിയ വലിയ സ്റ്റെപ്പാണ്. സൂക്ഷിച്ചിറങ്ങിയ പണി കിട്ടും. താഴോട്ട് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഞങ്ങൾ ഓരോ റേക്ക് ഇറങ്ങി വരുമ്പോൾ ഞാൻ ഇപ്പകടിന്ന് അല്ല, ഇപ്പോൾ 2-3 ആയിട്ടേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഒരുപാട് ഫോട്ടോസ് ഇരിപ്പുണ്ട്. ഇറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ചൊക്കെ ഞാൻ പകർത്തി കേട്ടോ. അത്രയേ ഉള്ളൂ. കാരണം ചേട്ടൻ അവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുക, താഴെ വേഗം വരാൻ പറഞ്ഞിട്ട്. ഇടയ്ക്കൊക്കെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ പഴയകാല ഉപകരണങ്ങളാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇവർ ഉപയോഗിച്ചിരുന്ന കുറേ സംഭവങ്ങളാണ് കേട്ടോ. ഇത് കുറേ പഴയകാല
ഉപകരണങ്ങളാണ് കേട്ടോ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. തിരിക്കാലുകളാണ് കേട്ടോ. അതുപോലെ പള്ളിയിലത്തെ ആവശ്യത്തിന് ഉപയോഗിച്ച മണികളും അതുപോലുള്ള പഴയ വസ്തുക്കളൊക്കെയാണിത്. ഇതാണ് ആ പള്ളിയുടെ ഒരു രൂപം. പിന്നെ പഴയ കാലത്ത് ഇവിടെ ഉപയോഗിച്ചിരുന്ന പെട്ടികളും മ്യൂസിയമായിട്ട് ഇവിടുത്തെ തിരുമേനിമാർ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകളും അതുപോലെ അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, മാതാവിനെ ഉപയോഗിച്ചിരുന്ന കിരീടങ്ങൾ, പണ്ടത്തെ വള്ളങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇത് പഴയ പെട്ടികൾ, പിന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ ഉപകരണങ്ങൾ. ഇത് അർലിക്കയാണ്. അതെ. ഇതാണ് ആ പഴയ ഒരു രൂപത്തിൻ്റെ ലെവലിൽ കാണിച്ചിരിക്കുന്നത്. അമ്മ ഇതെന്താ പറ്റി? ഇതെങ്ങനെ ഇവരെന്നെ വലയിട്ടപ്പോൾ കിട്ടിയതാണോ? ഇതുണ്ട്, ഇപ്പോഴും ചീപ്പുണ്ട്. എൻ്റെ മക്കൾക്ക് ഇതൊക്കെ കണ്ട് ഭയങ്കര ആശ്ചര്യമായിരുന്നു കേട്ടോ. ഇത് പണ്ട് ഉപയോഗിച്ചിരുന്ന മൈക്ക്. ഇതെന്താ അമ്മേ? ഇത് വലിയൊരു രൂപമാണ് കേട്ടോ. ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതാണ് ആ വല്ലാർപ്പാടത്ത് അമ്മ രക്ഷിച്ച കുടുംബം. ഈ അമ്മേനെയും കുഞ്ഞിനെയാണ് മാതാവ് വന്ന് രക്ഷിച്ചെന്നുള്ള ഐതിഹ്യം ഇവിടെ നിലനിൽക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ 4 മക്കളെയും കൂടി ഇവിടെ നിർത്തി ഫോട്ടോ എടുത്തു കേട്ടോ അമ്മയുടെ അടുത്ത്. പിന്നെ ഞാൻ നിന്നെടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും മോനങ്ങ് ഇറങ്ങിപ്പോയായിരുന്നു. അതിനിടയ്ക്ക് അവൻ വന്ന് കയറി അവൻ്റെ ഫോട്ടോയും ഞാൻ എടുത്തായിരുന്നു കേട്ടോ. കാരണം ഇതൊക്കെ നമ്മുടെ ഓർമ്മകൾ സൂക്ഷിക്കാനായിട്ടുള്ളൊരു വലിയൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. പിന്നെ ഓരോരുത്തരുടെ വിശ്വാസവും ഓരോരുത്തരുടെ അനുഷ്ഠാനങ്ങളാണ്. ഇത് ഞാനത് വിചാരിച്ചിട്ട് ചെയ്തതല്ല. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ഒരു കാലത്ത് അവർക്കത് ഓർക്കാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കട്ടെ എന്ന് ഞാൻ കരുതി, അത്രയേ ഉള്ളൂ. ചേട്ടൻ അപ്പോഴേക്ക് ഇറങ്ങിപ്പോയായിരുന്നു താഴോട്ട്. വല്ലാർപ്പാടം പള്ളിയുടെ പുറകിൽ പരിശുദ്ധാത്മാവിൻ്റെ പള്ളി എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഒരു കിണറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു മാലാഖയുടെ രൂപം നിൽപ്പുണ്ട്, പ്രതിമ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രതിമയിൽ നിന്നാണ്, പ്രതിമ ഇങ്ങനെ കൈ നീട്ടി നിൽക്കുകയാണ്. ആ എന്താ പറയുക കണ്ടോ, ആ കൈവെള്ളയിൽ നിന്നാണ് നമുക്ക് വെള്ളം പകർന്നു തരുന്ന ആ ഒരു രീതി കേട്ടോ.